പൂജയ്ക്കും രാജുവിനും കല്യാണം നടന്നു. രാജു തന്റെ ചേട്ടനോടൊപ്പമായിരുന്നു ജീവിച്ചിരുന്നത്. പൂജയുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ പേര് നിഷ. അവൾ വയസ്സിൽ മൂത്തതായതുകൊണ്ട് അവൾക്ക് അഹങ്കാരമുണ്ടായിരുന്നു. അവൾ ദിവസവും പൂജയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. പൂജ എന്നാൽ നല്ല സ്വഭാവമുള്ളവളായിരുന്നു. അതുകൊണ്ട് അവളോട് ഒന്നും എതിർത്ത് പറയാതെ നിഷ പറയുന്നത് പോലെ ചെയ്യുമായിരുന്നു. പൂജയെ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുക. വീട്ടിലെ ജോലിയെല്ലാം തീർക്ക്. ഞാൻ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ജോലിയെല്ലാം കഴിയണം. ചേച്ചി, നിങ്ങൾ വിഷമിക്കാതെ ക്ഷേത്രത്തിൽ പോയി വരൂ. ഞാൻ ജോലിയെല്ലാം ചെയ്തേക്കാം. നീ ചെയ്യുന്ന ലക്ഷണമൊക്കെ എനിക്കറിയാം. തിരിച്ചു വന്ന് ഞാൻ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. എല്ലാ ജോലിയും തല തിരിച്ചു ചെയ്യും. പൂജയെ നിഷ എപ്പോഴും കുറ്റം പറയും. എന്നാൽ പൂജ ഒരിക്കലും നിഷയെ എതിർത്ത് സംസാരിച്ചിട്ടേയില്ല. എന്നാൽ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് മാത്രം നിഷയായിരുന്നു എപ്പോഴും വിളമ്പിയിരുന്നത്. നീ എന്താ ഈ ചെയ്യുന്നത്? ചേച്ചി, അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക. നീ അനിയനോട് കയ്യും കാലം കഴുകാൻ പറ. ഭക്ഷണം ഞാൻ വിളമ്പാം. പൂജ നിഷയുടെ വാക്ക് കേട്ട് രാജുവിന്റെ അടുത്തേക്ക് പോയി. അയ്യോ, സോപ്പ് ഞാൻ അടുക്കളയിൽ തന്നെ വെച്ചല്ലോ. നിൽക്കൂ, ഞാൻ ഉടനെ കൊണ്ടുവരാം. വേഗം എടുത്തുകൊണ്ട് വാ. നല്ലതുപോലെ വിശക്കുന്നു എനിക്ക്. എന്റെ കയ്യിലും ഒരുപാട് അഴുക്ക. കൊണ്ടുപോയി നന്നായിട്ടൊന്ന് കഴുകണം. പൂജ അടുക്കളയിലേക്ക് വന്ന് നിഷ ചെയ്യുന്നത് എല്ലാം കണ്ടു. നിഷ രാത്രി ബാക്കി വന്ന റൊട്ടിയും കറിയും രാജുവിന്റെ പ്ലേറ്റിൽ വെക്കുകയായിരുന്നു. അവൾക്കെന്തെങ്കിലും പറയണമെന്ന് തോന്നിയിട്ടും പറഞ്ഞില്ല. അവിടെ നിന്നും സോപ്പും എടുത്ത് അവൾ പോയി. അയ്യോ, എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത്? നീ സോപ്പെടുക്കാൻ പോയതല്ലേ? അവിടെ എന്തെങ്കിലും നിന്നെ കടിച്ചോ? ഒന്നുമില്ല, നിങ്ങൾ അകത്തേക്ക് വരൂ. പൂജ രാജുവിനെ അകത്തേക്ക് കൊണ്ടുപോയി. കുറച്ചു നേരത്തിന് ശേഷം നിഷ രാജുവിന് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നു. പൂജ മനസ്സില്ലാ മനസ്സോടെ ആ പ്ലേറ്റും വാങ്ങി. അത് രാജുവിന്റെ മുൻപിലേക്കും വെച്ചു. രാജു അതിൽ നിന്നും ചെറിയൊരു കഷ്ണം എടുത്തതും പൂജ രാജുവിന്റെ മുൻപിലുണ്ടായിരുന്ന ആ പ്ലേറ്റ് എടുത്ത് അവനോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ കേൾക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇതെല്ലാം നിങ്ങൾ ജോലിക്ക് പോകാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഒരു ജോലിയും നോക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും ഒരു ഭാരമായി കരുതുന്നു. നിങ്ങൾ സ്വന്തമായി ജോലി നോക്കിയേ പറ്റൂ. അതേ പൂജ, പണം സമ്പാദിച്ചാലേ ഇവിടെ വിലയുള്ളൂ. പണമില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല. ഞാൻ ഇന്ന് തന്നെ പോയി ഒരു നല്ല ജോലി അന്വേഷിക്കാം. രാജു അങ്ങനെ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ അവന് ഒരു ജോലിയും കിട്ടിയില്ല. അവൻ ഒരുപാട് വിഷമിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ പൂജ ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഒരു തവണ പിസ ഉണ്ടാക്കിയില്ലേ? അതിന് നല്ല രുചിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു പിസ കട തുടങ്ങിക്കൂടെ? ഇപ്പോൾ പിസയൊക്കെ ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട്. നിങ്ങളുടെ കച്ചവടവും നന്നായി പോകും. അതൊക്കെ പോട്ടെ, എന്റെ അടുത്ത് പിസ ഉണ്ടാക്കുന്ന മെഷീനില്ലല്ലോ. അത് വളരെ കോസ്റ്റ്ലിയാണ്. അത് വാങ്ങുന്നത്രയും എന്റെ കയ്യിൽ പണവുമില്ല. ഞാൻ ജനിച്ച വീട്ടിൽ ഒരു പിസ മെഷീൻ വെറുതെ കിടക്കുക. അത് ഞാൻ ഇവിടെ കൊണ്ടുവരാം. നിങ്ങൾ അതിൽ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങൂ. പൂജ തന്റെ വീട്ടിൽ നിന്നും ആ മെഷീൻ കൊണ്ടുവന്നു. എന്നാൽ രാജു ഉണ്ടാക്കിയിരുന്ന പിസ മാർക്കറ്റിൽ ഒരുപാട് വിറ്റുപോയില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ ഒരുപാട് പിസ കടകൾ ഉണ്ടായിരുന്നു. അവൻ അതിൽ മനം നൊന്ത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി ആരോ ഇടിക്കാൻ വരുന്നത് പോലെ വേഗത്തിൽ വരുന്നത് കണ്ടു. അയ്യോ, ആ വണ്ടി ആ ബേൽപൂരിക്കാരനെ എത്ര വേഗത്തിലാ വരുന്നത്! അയ്യോ! ആ വണ്ടി വന്ന് ഇടിക്കുന്നതിന് മുൻപ് രാജു ആ ബേൽപൂരി കടക്കാരനെ രക്ഷിച്ചു. നിങ്ങൾ എന്റെ ജീവൻ തന്നെ രക്ഷിച്ചു. ഒരുപാട് നന്ദി. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബത്തിൽ ഞാനിപ്പോൾ ഒരു ഭാരമാണ്. എന്തെങ്കിലും സംഭവിച്ചാലും ഒരു പ്രശ്നവും വരില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാ നീ ഇത്രയും വിഷമിക്കുന്നത്? രവി പിന്നെയും ചോദിച്ചതുകൊണ്ട് രാജു സംഭവിച്ച കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ രവി രാജുവിന് ഒരു പൊതിയും കൊടുത്തു. എന്താ ഇത്? എന്റെ കയ്യിൽ നിനക്ക് തരാനൊന്നുമില്ല. ഞാനും നിന്നെപ്പോലെ ഒരു സാധാരണ വ്യക്തിയാണ്. ഈ ബേൽപൂരി എടുത്തുകൊണ്ടുപോ. ഇത് നിന്റെ പിസ്സയിലിട്. പിസ്സയിൽ ആരെങ്കിലും ബേൽപൂരി ഇടുമോ? ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യ്. രാജു ആ പൊതിയും എടുത്തുകൊണ്ട് പോയി. അടുത്ത ദിവസം ആ ബേൽപൂരി ആ പിസ്സയിലും ഇട്ടു. പിസ്സയുടെ മണം എത്ര നന്നായി വീശിയെന്നാൽ അവന്റെ കടയിലേക്ക് അത് കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. എല്ലാ കസ്റ്റമേഴ്സും ആ ബേൽപൂരി പിസ്സ തന്നെ വേണമെന്ന് പറഞ്ഞു. നാളിതുവരെ ഒരുപാട് പിസ്സ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ബേൽപൂരി പിസ്സ ഇത് ആദ്യമായിട്ടാ ഞാൻ കഴിക്കുന്നത്. ഈ ബേൽപൂരിക്ക് എന്തൊരു ടേസ്റ്റ് ആണോ! ഇതിന്റെ മുൻപിൽ വേറെ ഒരു പിസ്സയ്ക്കും നിൽക്കാൻ പറ്റില്ല. എനിക്ക് 3 പിസ്സ പാക്ക് ചെയ്യൂ. രവി കൊടുത്ത ആ ബേൽപൂരി ഇട്ടതും രാജുവിന്റെ ഒരു പിസ്സ ഒരുപാട് പിസ്സകളായി മാറി. അവൻ ഒരു പിസ്സയുടെ മുകളിൽ ബേൽപൂരി ഇട്ടു. അതിൽ നിന്നും ഒരുപാട് പിസ്സകൾ ഉണ്ടായി വന്നുകൊണ്ടേയിരുന്നു. ഇത് സത്യമായിട്ടും മാന്ത്രിക ബേൽപൂരിയാണ്.
ഞാൻ തമാശയായിട്ടാ കരുതിയത്. രവിയാണ് എനിക്കിത് തന്നത്. എല്ലാവരും ഈ ബേൽപൂരി പിസ്സ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നല്ല കച്ചവടവും നടക്കുന്നു. രാജു ദിവസം പോകുന്നോറും ധനികനായിക്കൊണ്ടേ വന്നു. ഒരിക്കൽ രാജുവും പൂജയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിഷ അവർ പറയുന്നത് ഒളിച്ചിരുന്ന് കേട്ടു. പൂജയെ, കൃത്യസമയത്ത് നീ എന്നെ ബിസിനസ് ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ആ മാന്ത്രിക ബേൽപൂരി എനിക്ക് കിട്ടുകയേ ഇല്ലായിരുന്നു. ഇങ്ങനെയൊന്നും ഞാൻ സമ്പാദിക്കുകയുമില്ലായിരുന്നു. ഏതൊരു സ്ത്രീയായിരുന്നാലും തന്റെ ഭർത്താവ് ആരുടെ മുമ്പിലും കൈനീട്ടാതെ സ്വന്തമായി സമ്പാദിക്കണമെന്നേ ആഗ്രഹിക്കുകയുള്ളൂ. ഞാനും അത് തന്നെയാണ് ചെയ്തത്. അങ്ങനെയാണോ? ഇതാണോ കാര്യം? ഇവരുടെ കയ്യിൽ മാന്ത്രിക ബേൽപൂരി പിസയുണ്ടോ? അതുകൊണ്ടാണോ ഇവർ ഇത്രയും പണക്കാരായി മാറുന്നത്? ഞാനത് മോഷ്ടിച്ചേ പറ്റൂ. ഇവരിങ്ങനെ പണക്കാരായി മാറുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. രാത്രിയിൽ രാജുവും പൂജയും ഉറങ്ങിയ ശേഷം നിഷ ആ ഇരുട്ടിൽ മാന്ത്രിക ബേൽപൂരി പിസ മോഷ്ടിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വന്നു. അവൾ അവസാനം ആ പിസയും കണ്ടെത്തി. ഇനി ഇവരുടെ അധപ്പതനമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ മാന്ത്രിക ബേൽപൂരി പിസ എന്റെ കയ്യിലാണ്. നിഷ ആ മാന്ത്രിക ബേൽപൂരി പിസ തന്റെ കൈകൊണ്ട് തൊട്ടതും ആ പിസ വളരെ വലുതായി മാറി. ഉടനെ അത് നിഷയെ പൊതിയുകയും ചെയ്തു. അതിന്റെ പിടുത്തവും മുറുകിക്കൊണ്ടേ വന്നു. അയ്യോ, എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ലേ. എന്നോട് ക്ഷമിക്ക്. ഞാനിനി ഒന്ന് നിന്നെ തൊടുക പോലുമില്ല. ഞാൻ അത്യാഗ്രഹം കൊണ്ട് നിന്നെ മോഷ്ടിക്കാൻ ശ്രമിച്ചതാ. എന്നോട് ക്ഷമിക്ക്. എന്നോട് ക്ഷമിക്ക്. നിഷ എങ്ങനെയോ ആ പിസയിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ നിന്നും അവൾ ഓടിപ്പോയി. അപ്പോൾ രാജുവും പൂജയും ചേർന്ന് ജനങ്ങൾക്ക് ഫ്രീയായി ബേൽപൂരി പിസ കൊടുത്ത് അവരെ എല്ലാവരെയും അവർ സഹായിച്ചു. അതുപോലെ ഇതുമാത്രമല്ലാതെ അവർ ദരിദ്രർക്ക് വേണ്ടി ഒരുപാട് ഹോസ്പിറ്റൽസും അനാഥാലയങ്ങളും ഉണ്ടാക്കി. ആനന്ദ്പൂർ ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കൃഷിക്കാര കുടുംബം ഉണ്ടായിരുന്നു. വിക്രമും ലതയും. അവർക്ക് സ്വന്തമായി പാടമില്ലായിരുന്നു. അവർ അവരുടെ ഗ്രാമത്തിലുള്ള ഒരു പണക്കാരനായ ബാനുവിന്റെ പാടത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവരെന്ത് കൃഷി ചെയ്താലും അതിൽ നല്ലതായ പാതി ബാനു എടുത്തുകൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ള കൃഷിയാണ് ഇവർക്ക് കിട്ടുക. അത് വിൽക്കുന്നത് മൂലം ഇവർക്ക് വളരെ കുറച്ച് കാശാണ് കിട്ടുക. ഇതല്ലത്ത ഇപ്പൊ വിറ്റ പയറുകളുടെ കാശാണിത്. പോയ തവണത്തെക്കാളും ഇത്തവണ കാശ് വളരെ കുറവാണ്. അതെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പോലും അറിയുന്നില്ല. ഞാൻ എന്താ ആലോചിച്ച് വെച്ചാൽ, നല്ല വരുമാനം വന്നാൽ സഞ്ജയിന് കോളേജ് ഫീസ് കെട്ടാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ അതും കഷ്ടായിട്ടുണ്ടല്ലോ. അച്ഛാ, ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ ഞാനും ജോലിക്ക് പോയാലോ? അത് നിങ്ങൾ രണ്ടുപേർക്ക് നല്ല സഹായം ഉണ്ടാവില്ലോ. നിന്റെ നല്ല മനസ്സിന് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മോനെ. പക്ഷെ ഈ ഗ്രാമത്തില് എന്ത് ജോലിയാ കിട്ടുക? ഒന്നും മിണ്ടാതിരിക്കും. അവൻ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കട്ടെന്നേ. ഭാഗ്യമുണ്ടെങ്കിൽ അവനൊരു നല്ല ജോലി കിട്ടട്ടെന്നേ. ശരി മോനെ, നീ തേടിക്കോ. ഇപ്പോൾ സഞ്ജയ് ജോലി തിരക്കി ഇറങ്ങാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ അവൻ ഓരോരോ കടയായും കയറി ഇറങ്ങി ജോലി ചോദിച്ചു. മാമാ, ഞാൻ നിങ്ങളുടെ കടയിൽ ജോലി ചെയ്യുന്ന പോലെ എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല മോനെ, ഞാൻ ചെയ്യുന്ന തന്നെ ഒരു ചെറിയ തൊഴിലാണ്. ഞങ്ങളെ കുടുംബക്കാരെ തന്നെ എല്ലാരും നോക്കാറുണ്ട്. ശരി മാമ. സമയം സന്ധ്യയായി. സഞ്ജയിന് ഒരു ജോലി പോലും കിട്ടിയില്ല. അവൻ വളരെ സങ്കടത്തോടെ ഒരു മരത്തണലിൽ ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് വിചാരിച്ചോ? അതുകൊണ്ട് അച്ഛനെ സഹായിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ എനിക്ക് ഏതൊരു ജോലി കിട്ടുന്നില്ലല്ലോ. അപ്പോഴാണ് അവൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവന്റെ കൂട്ടുകാരൻ മയൂർ അവിടേക്ക് വന്നത്. എന്താ സുഹൃത്തെ, എന്താ നീ വിഷമത്തിലുള്ളത്? എന്ത് പറയാനാ, അച്ഛൻ എന്തെങ്കിലും സഹായിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല. എടാ, നീ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങ്. സ്വന്തം തൊഴിലായാലും അതിന് കാശ് ആവശ്യമല്ലേ? അതും നമ്മുടെ അടുത്തില്ലല്ലോ. എടാ, ഈ ബാനു സേട്ടില്ലേ, അദ്ദേഹം ഈ ഗ്രാമത്തിലുള്ളവരെല്ലാരും സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് കടം വാങ്ങിച്ചോ, പിന്നെ തിരിച്ച് കുറച്ച് നിനക്ക് അടയ്ക്കാൻ പറ്റുമല്ലോ. ഇതും നന്നായിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്ത് തൊഴിലാ ചെയ്യാ? മയൂർ എന്ത് ചെയ്തെന്നാൽ ഇവിടെയും അവിടെയും ശ്രദ്ധിച്ചു. ഗ്രാമത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് രണ്ട് ലേഡീസ് അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് ചേട്ടൻ നല്ല പാനിപൂരി വാങ്ങി തന്നു. പക്ഷെ ഈ പാനിപൂരി കഴിക്കാൻ എത്ര ദൂരം പോകേണ്ടി വരുന്നു? പാനിപൂരി നമ്മളെ ഗ്രാമത്തിലെ എല്ലാം കിട്ടും. പക്ഷെ പാനിപൂരിക്ക് വേണ്ടി നമ്മൾ ഗ്രാമജനങ്ങൾ വേറെ സ്ഥലത്താ പോകുന്നത്. അതെ, ഇതൊരു നല്ല ഐഡിയ തന്നെയാണല്ലോ. പിന്നെ പാനിപൂരി കടയിടാൻ നമുക്ക് അധിക കാശ് ചെലവൊന്നും വരില്ലെന്ന് തോന്നുന്നു. എടാ, 2000 റുപ്യയില് നിന്റെ തൊഴിൽ നമുക്ക് തുടങ്ങാൻ പറ്റും. ആ ശരി, വാ, ബാനു സേട്ടിന്റെ അടുത്ത് പോയി നമുക്ക് സംസാരിക്കാം. മയൂർ സഞ്ജയും കൂട്ടിക്കൊണ്ട് ബാനു സേട്ടിന്റെ അടുത്തേക്ക് പോയി. സേട്ജി, സഞ്ജുന് എന്തോ ഒരു കാശ് കടം വേണമല്ലേ? പാനിപൂരി വ്യാപാരം തുടങ്ങാൻ പോവാ. പാനിപൂരി കട തുടങ്ങുന്നത് നല്ല കാര്യം തന്നെയാണ്. അത്
അതുമാത്രല്ല ഈ പാനിപൂരി കഴിക്കാൻ വേണ്ടി ഞാൻ അടുത്ത ഗ്രാമത്തിലാ പോയി കഴിക്കാൻ പോകുന്നത്. ശരി, നിനക്ക് എത്ര കാശ് ആവശ്യം? അത് പിന്നെ എനിക്ക് 2000 റുപ്യ വേണം. അത്രേ ഉള്ളൂ. ഈ കാശ് ഞാൻ നിനക്ക് തന്നോളാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ? ഞാൻ എപ്പോഴും നിന്റെ കടയിൽ വന്നിട്ട് ഫ്രീ ആയിട്ടാണ് പാനിപൂരി കഴിക്കുന്നത്. ശരി ശരി. സഞ്ജയ് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ശരിയെന്ന് പറഞ്ഞു. മയൂർ സഞ്ജയെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. ഭാനു സഞ്ജയിന് കാശ് നൽകി. അത് വാങ്ങിയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോയി. നീ എന്തിനാ അയാളുടെ കണ്ടീഷന് സമ്മതിച്ചത്? അത് പിന്നെ അദ്ദേഹം കാശ് തരികയല്ലേ, അതുകൊണ്ടാണ്. എടാ മണ്ട, ആദ്യം ആ സേട്ടു എത്ര വലിയ ശാപ്പാട് രാമനാണെന്ന് നിനക്ക് അറിയോ? ഗ്രാമത്തിലുള്ള വണ്ടി കട ഇട്ടവർക്ക് എല്ലാവർക്കും കാശ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ കടക്കാരും അയാൾക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുമാത്രമല്ല സാപ്പാട് രാമൻ വിടാണ്ട് കഴിച്ചുകൊണ്ടിരിക്കും. എന്തൊരു കഷ്ടകാല ഇത്. ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന വെച്ചാ വരുന്ന വെച്ച് നമുക്ക് നോക്കാം. ആദ്യം നിന്റെ കച്ചവടം തുടങ്ങാൻ നോക്ക്. അടുത്ത ദിവസം തന്നെ സഞ്ജയ് ഗ്രാമത്തിൽ പാനിപൂരി കട തുടങ്ങി. വയസ്സായവർ, ചെറിയവർ, വലിയവർ എല്ലാരും തന്നെ സഞ്ജയുടെ കടയിലേക്ക് പാനിപൂരി കഴിക്കാനായി എത്തി. ആദ്യ ദിവസം തന്നെ സഞ്ജയിന് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. അവൻ വളരെ സന്തോഷത്തോടെയായിരുന്നു. പക്ഷെ ആ സന്തോഷം തുടരുന്നതിന് മുൻപേ ഭാനു സേട്ട് അവിടേക്ക് വന്നു. എടാ സഞ്ജയ്, ആദ്യം എനിക്കൊരു പ്ലേറ്റ് പാനിപൂരി താപ്പാ. നല്ല എരിവുണ്ടാവണം കേട്ടോ. ശരി. സഞ്ജയ് ഭാനുസേട്ടിന് ഒരു പ്ലേറ്റ് പാനിപൂരി നൽകി. പിന്നെ ഭാനു അത് പെട്ടെന്ന് കഴിച്ചു തീർത്തു. ഇന്നൊരു പ്ലേറ്റ് പാനിപൂരി തരൂ. സഞ്ജയ് വീണ്ടും ഒരു പ്ലേറ്റ് നൽകി. പിന്നെ 3ാമത്തെ പ്ലേറ്റ്, പിന്നെ 4ാമത്തെ പ്ലേറ്റ്. ഇങ്ങനെ കേട്ട് കേട്ട് ഭാനു 6 പ്ലേറ്റ് പാനിപൂരി കഴിച്ചു. എന്നാൽ 1 രൂപ പോലും നൽകാതെ അവിടെ നിന്നും പോയി. സഞ്ജയിന് ഇപ്പോഴാണ് മനസ്സിലായത് മയൂർ എന്ന് എന്താണ് പറയാൻ വന്നതെന്ന്. പിന്നെന്താ, ഇത് തുടർന്ന് നടന്നുകൊണ്ടേയിരുന്നു. ഭാനുസേട്ട് ദിവസവും ഫ്രീ ആയിട്ട് 6 പ്ലേറ്റ് പാനിപൂരി കഴിക്കും. സഞ്ജയിന്റെ ലാഭം കുറഞ്ഞുകൊണ്ടേ പോയി. അവൻ വളരെ വിഷമത്തോടെയായിരുന്നു. ഒരു ദിവസം ഇതേ വിഷമത്തോടെ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു സ്വാമിജി അവിടേക്ക് വന്നത്. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. നിന്നെ കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം തരാൻ പറ്റുമോ? എന്റെ അടുത്ത് വെറും പാനിപൂരി മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഇത് കഴിക്കുന്നോ? സഞ്ജയ് ആ സ്വാമിജിക്ക് ഒരു പ്ലേറ്റ് പാനിപൂരി നൽകി. ആ സ്വാമിജിയുടെ വയറ് നിറഞ്ഞു. നിനക്ക് എല്ലാം നല്ലത് തന്നെ നടക്കട്ടെ മോനെ. ശരി, നിന്റെ വിഷമത്തിന്റെ കാരണം എന്താ ഞാൻ അറിഞ്ഞോട്ടെ? സഞ്ജയ് ആ സ്വാമിജിയോട് ദിവസവും ഭാനുസേട്ട് വന്ന് ഫ്രീ ആയിട്ട് കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. എന്നെ കൊണ്ട് നിനക്ക് സഹായിക്കാൻ പറ്റും. എനിക്കൊരു ശുദ്ധമായ പ്ലേറ്റ് തരൂ. സഞ്ജയ് ആ സ്വാമിജിയുടെ കയ്യിലേക്ക് ഒരു പ്ലേറ്റ് നൽകി. അദ്ദേഹം കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞു. എന്നിട്ട് ആ പ്ലേറ്റ് തിരിച്ചു നൽകി. ഇത് ഒരു മായ പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റിൽ നീ എന്ത് വെച്ചാലും അത് അടുത്തടുത്തായിട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ നീ ഓർമ്മിച്ചോ, ഇത് നീ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വളരെ ബുദ്ധിശാലിത്തോടെ നീ ഇത് ഉപയോഗിക്കണം. നിനക്ക് നല്ലത് നടക്കട്ടെ. ആ സ്വാമിജി സഞ്ജയെ ആശീർവദിച്ചിട്ട് അവിടെ നിന്നും പോയി. കുറച്ചു സമയത്തിന് ശേഷം ഭാനുസേട്ട് അവിടേക്ക് വന്നു. സഞ്ജയ് മോനെ, ഒരു പ്ലേറ്റ് പാനിപൂരി താ മോനെ. സേഠ്ജി, ഞാൻ നിങ്ങൾക്കൊരു മത്സരം വെക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു പ്ലേറ്റ് പാനിപൂരി തരും. നിങ്ങൾ ആ പ്ലേറ്റ് എനിക്ക് ഗാലി ചെയ്ത് തരണം. അങ്ങനെ നിങ്ങൾ ഈ മത്സരത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിതം മുഴുവനും നിങ്ങൾക്കും പിന്നെ നിങ്ങളുടെ കുടുംബത്തിനും ഞാൻ പാനിപൂരി തന്നോണ്ടിരിക്കും. അത് മാത്രമല്ലാതെ നിങ്ങൾ തന്ന കടം ഞാൻ ഡബിൾ ആയിട്ട് നിങ്ങൾക്ക് തരും. അടിപൊളി. പക്ഷേ അങ്ങനെ വെക്കുന്ന മത്സരത്തിൽ നിങ്ങൾ തോറ്റുപോയാൽ ഗ്രാമത്തിലുള്ള ഏത് വണ്ടിക്കാരെടുത്തും നിങ്ങൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്താ, നിങ്ങൾ തയ്യാറാണോ? അത് മാത്രല്ലാതെ ഏകദേശം പാനിപൂരിൽ ഒരു 10 ഉണ്ടാവുള്ളൂ. എനിക്ക് ഇതില് ഡബിൾ ലാഭമല്ലോ. ഗ്രാമത്തിലെ ജനങ്ങൾ തൊട്ടടുത്ത് വന്ന് ഒന്നിച്ചുകൂടി. സഞ്ജയ് ഭാനുവിന് വേണ്ടി പാനിപൂരി ചെയ്തു. എന്നിട്ടത് ആ മന്ത്രം ചെയ്ത പ്ലേറ്റിൽ നൽകി. ഭാനു ഓരോന്നായി പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതേ സ്ഥലത്ത് വീണ്ടും ഒരു പാനിപൂരി വന്നുകൊണ്ടേയിരുന്നു. ഭാനു വേഗം 20-30 പാനിപൂരി കഴിച്ചു. എന്നാലും ആ പ്ലേറ്റ് മുഴുവൻ പാനിപൂരി ഉണ്ടായിരുന്നു. എടാ, ഇതെന്താ ഒരു മായമായിട്ടുണ്ടല്ലോ. ഈ പ്ലേറ്റ് എന്താ കാര്യാവുന്നില്ലല്ലോ. അതല്ലേ മത്സരം. ഭാനു വീണ്ടും 20-30 പാനിപൂരി കഴിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പൊ വളരെ മോശമായി. മതി. ഇതിനു ശേഷം എനിക്ക് നടത്താൻ പറ്റില്ല. ഇതിനു മുകളിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്നെ വിട്ടേക്ക്. ഈ ഗ്രാമത്തിൽ നിങ്ങൾ ഇനി എവിടെയും ഫ്രീ ആയിട്ട് കഴിക്കാനേ പാടില്ല. മനസ്സിലായോ? ശരി മോനെ. ഇനി ഞാൻ എവിടെയും കഴിക്കുകയില്ല. ഭാനുസേട്ട് തന്റെ വയറ് പിടിച്ചുകൊണ്ട് തന്റെ വീടിനെ നോക്കി ഓടി.
ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ട് ചിരിക്കാൻ തുടങ്ങി. പിന്നെ സഞ്ജയ് നൽകിയ ആ മാന്ത്രിക പാനിപൂരി ഗ്രാമത്തിലെ ജനങ്ങളെ ബാനു ഫ്രീ ആയിട്ട് കഴിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി. ബീക്കുവിന്റെ കുടുംബം ചെറിയ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഭാര്യ മധുവും പിന്നെ മകൾ മീരയും ഉണ്ട്. ദിവസം തോറും നിങ്ങളുടെ വരുമാനം കുറഞ്ഞുകൊണ്ടേ പോകുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ ചാറ്റ് വ്യാപാരം കളഞ്ഞിട്ട് വേറെന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? കുറഞ്ഞത് നമുക്ക് നന്നായിട്ട് ആഹാരമെങ്കിലും കഴിക്കാം. നിനക്ക് തന്നെ അറിയാലോ, ഞാൻ ഈ ചാറ്റ് കട കുറെ കാലങ്ങളായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ ആ കട മര്യാദയ്ക്ക് പോകുന്നില്ലത് കൊണ്ട് എനിക്ക് ആ കട മൂടി വെക്കാൻ പറ്റില്ല. ഇനി കുറച്ച് ദിവസം കൊണ്ട് എല്ലാം ശരിയാവുന്ന എനിക്ക് വിശ്വാസമുണ്ട്. കസ്റ്റമേഴ്സും വന്ന് തീർച്ചയായിട്ടും എന്റെ ചാറ്റ് ഐറ്റം കഴിക്കുന്ന വിശ്വാസമുണ്ട്. എപ്പോഴാണോ നിങ്ങളുടെ കടയുടെ അടുത്തായിട്ട് രമണി ചാറ്റ് കട ഓപ്പൺ ചെയ്തോ അന്ന് മുതൽ എല്ലാരും അവിടെ ചെന്ന് ചാറ്റ് കഴിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ കുറെ സാധനങ്ങൾ വെച്ചിട്ട് നല്ല രുചിയുള്ള ചാറ്റ് ഐറ്റംസ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യൂ, പക്ഷെ വീട്ടിലേക്ക് കാശ് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഞാൻ മീരയും കൂട്ടിക്കൊണ്ട് എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോകും. എന്നെ കൊണ്ട് ഇങ്ങനെ വിശന്ന് ചാകാൻ പറ്റില്ല. നീ ഇങ്ങനെ പറയല്ലേ. ഇന്ന് ഞാൻ തീർച്ചയായിട്ടും പൈസ കൊണ്ടുവരാം. ബീക്കു അവന്റെ വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് അവന്റെ കടയുടെ അരികിലേക്ക് ചെന്നു. പോകുന്ന വഴിയിൽ അവൻ പച്ചക്കറി കടയുടെ അടുത്തായി നിന്നു. ചേട്ടാ, എനിക്ക് 2 കിലോ ഉരുളക്കിഴങ്ങും പിന്നെ 2 കിലോ ഉള്ളിയും വേണം. എല്ലാം ഫ്രഷ് അല്ലേ? എന്റെ ചേട്ടാ, നിങ്ങള് ചാറ്റ് കടയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ ഫ്രഷ് ആയുള്ള ഉരുളക്കിഴങ്ങും ഉള്ളി വേണം ചോദിക്കുന്നത്? നിങ്ങൾക്ക് ആ പഴയ ഉരുളക്കിഴങ്ങും ഉള്ളി വാങ്ങിച്ചൂടെ? അത് ഞാൻ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ തന്നേക്കില്ലേ? ആലോചിച്ച് നോക്ക്. ഇല്ലില്ല, ഈ ചാറ്റ് കട ഞാൻ ദിവസവും ഇടുകയാണ്. എനിക്ക് ആരെയും പറ്റിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ നല്ല ഫ്രഷ് ആയുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും തരൂ. ശരി. അപ്പോഴാണ് അവിടേക്ക് രമണിക് വന്നത്. എനിക്ക് 3 കിലോ ഉരുളക്കിഴങ്ങും 3 കിലോ ഉള്ളി തരൂ. ഫ്രഷ് ആയതാണോ? ഇല്ലല്ലല്ല, പഴയതനതാ. ഞാൻ കഴിക്കാൻ പോവുകയാണോ? അയ്യോ ചേട്ടാ, നിങ്ങളുടെ കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങൾ ഇതല്ലേ കൊടുക്കാൻ പോകുന്നത്? ഇത് നല്ല കാര്യമില്ല ചേട്ടാ. എടോ, ഏത് നല്ലത് ഏത് കെട്ടതെന്ന് നീ ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട. ഞാൻ എങ്ങനെ വേണമെങ്കിലും ഇട്ടോളൂ. നീ നിന്റെ ചാറ്റ് ഐറ്റത്തിന് ഫ്രഷ് ഉള്ള ഐറ്റം തന്നെ ഇട്ടോളൂ. എന്നിട്ട് നീ തന്നെ കഴിച്ചോ. അത് മാത്രല്ലാതെ നിന്റെ കടയിൽ ആരും വരുന്നില്ലല്ലോ കഴിക്കാൻ. ബീക്കു ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോയി. ബീക്കുവിന് മുൻപ് തന്നെ രമൺ അവന്റെ ചാറ്റ് കട ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. രമണിക് തന്റെ കട തുറന്നതും തന്നെ കസ്റ്റമേഴ്സിന്റെ കൂട്ടം അവിടേക്ക് വരാൻ തുടങ്ങി. പിന്നെ ബീക്കുവിന്റെ കടയിലേക്ക് ആരും തന്നെ വന്നില്ല. വരൂ വരൂ, കഴിക്കാൻ വരൂ. സ്വാദുള്ള പാപ്പടി ചാട്ട്, സമോസ ചാട്ട്, ദാഹി ചാട്ട്, വരൂ വരൂ. ബീക്കു ശബ്ദമിട്ട് തന്റെ വ്യാപാരം ചെയ്തു. എങ്കിലും ആരും തന്നെ ആ കടയിലേക്ക് വന്നില്ല. പക്ഷേ രമണിക്കിന്റെ കടയിൽ ഒരുപാട് ആൾക്കാർ തിങ്ങി നെരുങ്ങി. ആദ്യം എനിക്ക് തരൂ. പറ്റില്ല, ആദ്യം ഞാനാ വന്ന, എനിക്ക് തരൂ. എല്ലാവർക്കും തരാം, ആര് ബഹളം വെക്കല്ലേ. തന്റെ കടയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ബീക്കുവിന് വിഷമം തോന്നി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്താലും ആരും കഴിക്കാൻ വരുന്നില്ലല്ലോ. ദൈവമേ, നിങ്ങളാണ് എനിക്കൊരു വഴി കാണിക്കേണ്ടത്. ബീക്കു രാത്രി വരെ തന്റെ കട തുറന്നു വെച്ചിരുന്നു. പക്ഷെ അവൻ അന്ന് ഒരു വരുമാനവും കിട്ടിയില്ല. അവൻ സങ്കടത്തോടെ വീട്ടിലേക്ക് പോയി. ഇന്നും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഇന്നും എല്ലാ കസ്റ്റമേഴ്സും രമണീന്റെ അടുത്താണ് പോയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചാറ്റ് കട തീർച്ചയായും മൂടിയേ പറ്റൂ. വീട്ടിൽ ആഹാരം ചെയ്യാൻ പോലും ഒന്നുമില്ല. ഈ അവസ്ഥ തുടർന്നാൽ പിന്നെ നമ്മൾ പട്ടിണി കൊണ്ട് ചത്തുപോകും. നീ മിണ്ടാതിരിക്കേ, എല്ലാ കാര്യങ്ങളും ശരിയാവും. ഇത് തന്നെയാണ് നിങ്ങൾ 6 മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും മാറിയില്ല. നിങ്ങൾ മര്യാദയ്ക്ക് കാശ് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും, മീരയും വിളിച്ചുകൊണ്ട്. പക്ഷെ എനിക്ക് കുറച്ചു ദിവസം കൂടി സമയം താ. വീട്ടിൽ ഇന്ന് മാത്രമേ ആഹാരമുള്ളൂ. നാളെ നിങ്ങൾ കാശുമായി വന്നാ നല്ലത്. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിങ്ങൾ തനിച്ച് ജീവിച്ചോളൂ. എന്റെ മോള് വിശന്നിരിക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ല. എന്തായാലും എന്റെ അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെയും നന്നായിട്ട് നോക്കും. ശരി. ഒരു വശത്ത് ബീക്കു ചാറ്റ് വിൽക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച് വിഷമത്തിലായിരുന്നു. മറ്റൊരു വശത്ത് അവന്റെ ഭാര്യ അവളുടെ ദേഷ്യം അധികരിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം ബീക്കു ദിവസവും പോലെ ചാറ്റ് റെഡി ചെയ്തു. എന്നിട്ട് അവൻ കടയിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ അവനെ പച്ചക്കറി കടക്കാരൻ വിളിച്ചു. എന്താ ചേട്ടാ, ഇന്ന് ഉരുളക്കിഴങ്ങ് ഉള്ളിയൊന്നും നിങ്ങൾക്ക് വേണ്ടേ? ഇല്ല ഏട്ടാ, ഇന്നലെ വാങ്ങിയത് തന്നെ എന്റെ അടുത്തുണ്ട്. ശരി,
ബീക്കു അവന്റെ കടയിനരികിലേക്ക് ചെന്നു. എന്നിട്ട് എന്നത്തെയും പോലെ കട തുറന്നു. അടുത്തു തന്നെ രമണും അവന്റെ കട തുറന്നു. രമന്റെ കടയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. വരൂ വരൂ, കഴിക്കാൻ വരൂ. സ്വാദുള്ള പാപ്പടി ചാട്ട്, സമോസ ചാട്ട്, ദാഹി ചാട്ട്, വരൂ വരൂ. അവൻ വിളിച്ചു വിളിച്ചു പറഞ്ഞിട്ടും ആരും തന്നെ വന്നില്ല. ആരും തന്നെ അവന്റെ കടയിലേക്ക് വന്നില്ല. അവന് വളരെ വിഷമമായി. എന്നിട്ട് അവൻ കരയാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് മാത്രം ഞാൻ കാശ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണം പോലും ഉണ്ടാവില്ലല്ലോ. പിന്നെ മധു എന്നെ വിട്ടിട്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവുമല്ലോ. എനിക്കൊന്നും അറിയുന്നില്ല എന്താ ചെയ്യേണ്ടത്. അപ്പോഴാണ് ബീക്കുവിന്റെ കടയിലേക്ക് ഒരു വയസ്സായ അമ്മ വന്നത്. എന്തു പറ്റി മോനെ, നീ എന്തിനാ കരയുന്നത്? എന്നോട് എന്തു പറയാനാ അമ്മേ, എന്റെ വിധി തന്നെ അതുപോലെയുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്താലും ഒന്നും ശരിയായിട്ട് പോകുന്നില്ല അമ്മേ. ഞാൻ ശുദ്ധമായ സാധനങ്ങൾ കൊണ്ടാണ് ചാറ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. പക്ഷെ എല്ലാരും രമണി കടയിലേക്കാണ് പോകുന്നത്. എന്റെ കുടുംബത്തിലുള്ളവർ എല്ലാരും ഭക്ഷണം പട്ടിണി ദാരിദ്ര്യം കൊണ്ടിരിക്കുകയാണ് അമ്മേ. നീ വിഷമിക്കേണ്ട മോനെ. ഇത് മാന്ത്രിക മസാലയാണ്. ഇത് നിന്റെ ചാറ്റിൽ നീ ചേർത്താൽ പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടേക്ക് വരും. പിന്നെ നിന്റെ എല്ലാ കഷ്ടവും ശരിയാകും മോനെ. വിഷമിക്കേണ്ട മോനെ. ബീക്കു ആ മസാല അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതും തന്നെ ആ അമ്മ അവിടെ നിന്നും മാഞ്ഞുപോയി. ഇവരെവിടെ പോയി? അമ്മേ, അമ്മേ. ബീക്കു ആ അമ്മയെ എല്ലാ സ്ഥലത്തും തേടി നോക്കി. പക്ഷെ അവരെ എവിടെയും കണ്ടില്ല. ഈ അമ്മ ആരാണ്? അവരെവിടെയാണ് പോയത്? അപ്പോഴീ മസാല ശരിക്കും മായ മസാലയാണോ? ബീക്കു ആ മസാല ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് മസാല തന്റെ ഉരുളക്കിഴങ്ങിലേക്ക് ആഡ് ചെയ്തു. അവൻ അങ്ങനെ ചെയ്തതും തന്നെ എല്ലാ കസ്റ്റമേഴ്സും അവന്റെ കടയിലേക്ക് വന്നു. എനിക്കൊരു ചാറ്റ് തരൂ. എനിക്കൊരു ആലു ചാട്ട്. എനിക്ക് എരിവുള്ള പപ്പടി ചാട്ട്. ഇപ്പൊ തന്നെ എടുത്തു തരാം. ബീക്കു എല്ലാവർക്കും ചാറ്റ് ചെയ്തു കൊടുക്കാൻ തുടങ്ങി. കസ്റ്റമേഴ്സ് ഒക്കെ അത് ഇൻട്രസ്റ്റോടെ കഴിച്ചു. ഒരു കസ്റ്റമർ പോയതും തന്നെ അടുത്ത കസ്റ്റമർ വന്നുകൊണ്ടേയിരുന്നു. ആദ്യമായിട്ടാണ് ബീക്കു ഇത്രയും കാശ് കാണുന്നത്. കുറച്ചു സമയത്തിനകം തന്നെ അവരുടെ ചാറ്റ്സ് ഒക്കെ കാലിയായി. ഇപ്പോൾ രമണിക്കിന്റെ കടയിൽ ആരും തന്നെ ഇല്ല. രമണി ദേഷ്യത്തോടെ ബീക്കുവിനെ നോക്കിക്കൊണ്ടിരുന്നു. ബീക്കു തന്റെ കട മൂടിയിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. ഇതാ എന്റെ മക്കളെ, ഇത് തള്ള കാശ്. ഇത്രയും നിറയെ കാശോ? ഇതാ മോളെ നിനക്കുള്ള ചോക്ലേറ്റ്. അമ്മ ഇവിടെ നോക്കൂ, അച്ഛൻ എനിക്ക് വേണ്ടി ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്നു. നല്ല അച്ഛൻ. ഇത്രയും കാശ് എവിടെ നിന്നാ കിട്ടിയത്? നമ്മുടെ കടയിലുണ്ടാക്കിയ കാശാണ്. ബീക്കു മധുവിനോട് ആ മാന്ത്രിക മസാലയെ കുറിച്ച് പറഞ്ഞു. വാവ്, ഇത് വളരെ നല്ല കാര്യമാണല്ലോ. എടി, ഇതിനു ശേഷം നമുക്ക് നല്ല കാലം പഴിച്ചു. ഇതിനു ശേഷം ഞാൻ വെറും കൈകൊണ്ട് വരാൻ പോകുന്നില്ല. ഒരുപക്ഷെ ആ മാന്ത്രിക മസാല കാലിയായി പോയാൽ? അതിന് എന്റെ അടുത്തൊരു വഴിയുണ്ട്. ബീക്കു ഒരു ചാക്ക് മസാല കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ആ മാന്ത്രിക മസാല ആ ചാക്കിലേക്ക് ഇട്ടു. അപ്പോൾ മുഴുവൻ മസാലയും മാന്ത്രികയുള്ളതായി. ദൈവമേ, ഇപ്പൊ ഈ മൊത്തം മസാലയും മാജിക് മസാലയാണ്. ഇതേപോലെ എപ്പോഴും നമുക്ക് മായ മസാല കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാം. അപ്പോൾ ദിവസവും ഇത്രയും കാശ് നമുക്ക് കിട്ടുമോ? അടുത്ത ദിവസം മുതൽ ബീക്കു വളരെ സന്തോഷത്തോടെ തന്റെ കട തുറന്നു. എന്തുകൊണ്ടെന്നാൽ കട തുറന്ന ഉടൻ തന്നെ അവന്റെ കടയിലേക്ക് കസ്റ്റമേഴ്സ് വരും. ബീക്കു വളരെ സന്തോഷവാനായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രമണിക്ക് അവന്റെ കട മൂടി. ഇപ്പോൾ ആ ഏരിയയിൽ ബീക്കുവിന്റെ കട മാത്രമേ ഉള്ളൂ. എപ്പോഴും കസ്റ്റമേഴ്സിന്റെ കൂട്ടം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ആ മാന്ത്രിക ചാറ്റ് മസാല കാരണമാണ് നടന്നത്.